എല്ലാവർക്കും ഇന്നത്തെ 2ാം ക്ലാസ്സിലെ മലയാളം പ്രവർത്തനങ്ങളിലേക്ക് സ്വാഗതം. നാടിനെ രക്ഷിച്ച വീരബാഹു എന്ന 3ാമത്തെ പാഠത്തിൽ നിന്നുള്ള പ്രവർത്തനങ്ങളാണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു: ഇങ്ങനെ പോയാൽ ഈ പെരുവയറൻ രാജാവ് നാട് മുടിക്കും. ആളുകൾ ഇങ്ങനെ പറയാൻ എന്തായിരിക്കും കാരണം? പെരുവയറൻ രാജാവിന് ഒരേ ഒരു വിചാരം മാത്രമേ ഉള്ളൂ അല്ലേ? എന്തായിരുന്നു വിചാരം? തിന്നണം തിന്നണം തിന്നണം, എപ്പോഴും തിന്നണം എന്നുള്ള ഒരു ചിന്ത മാത്രമായിരുന്നു രാജാവിനുണ്ടായിരുന്നത്. പ്രജകളെക്കുറിച്ച് യാതൊരു ചിന്തയുമില്ല. തൻ്റെ വയർ എപ്പോഴും നിറഞ്ഞിരിക്കണം. ചോറും കറിയും പലഹാരങ്ങളും കുമ്പ നിറയെ വാരി വലിച്ചു തിന്നും. ഏമ്പക്കം വിട്ട് എഴുന്നേറ്റ് പോകും. കുളിയും ഉറക്കവും എല്ലാം കഷ്ടി. അപ്പം ഇതൊക്കെ കണ്ടിട്ടാണ് ആളുകൾ ഇങ്ങനെ പറയാൻ കാരണം. 2ാമത്തെ ചോദ്യം: ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ രോഗം പടികടക്കും. എന്തൊക്കെ ചെയ്യാനാണ് വീരബാഹു രാജാവിനോട് പറഞ്ഞത്? 2 നേരം കുളിക്കണം, പല്ല് നിത്യം തേക്കണം, പിന്നെ നഖങ്ങൾ വളർന്നിടുമ്പോൾ മുറിക്കണം. ഇതൊക്കെയായിരുന്നു രാജാവിനോട് വീരബാഹു ആവശ്യപ്പെട്ടത്. ഇത് കേട്ട രാജാവിന് വീരബാഹുവിനോട് നീരസം തോന്നാൻ കാരണം എന്താണ്? ഒരു രാജാവായ തന്നോട് ദേഹം വിയർക്കുന്നത് വരെ ജോലി ചെയ്യാൻ പറഞ്ഞപ്പോഴാണ് വീരബാഹുവിനോട് രാജാവിന് നീരസം തോന്നിയത്. അടുത്ത ചോദ്യം: എന്താണ് പടയാളികൾ നാടുനീളെ വിളംബരം ചെയ്തത്? ദേഹമെല്ലാം ശുചിയായി സൂക്ഷിക്കണം, വീടും ചുറ്റുപാടുമെല്ലാം വൃത്തിയായി സൂക്ഷിക്കണം, ഈച്ച കൊതുക് കീടങ്ങളെല്ലാം തുരത്തണം, പുഴ കിണർ കുളം എല്ലാം ശുചിയായി സൂക്ഷിക്കണം, രോഗമെല്ലാം നാടുവിടും. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? രോഗമെല്ലാം നാടുവിടും എന്നാണ് പടയാളികൾ നാടുനീളെ വിളംബരം ചെയ്തത്. അടുത്തത്: കൂട്ടത്തിൽ പെടാത്തവ കണ്ടെത്തുക. ദീനം, ദേഹം, അസുഖം, രോഗം. ഏതായിരിക്കും? ദീനം, ദേഹം, അസുഖം, രോഗം. ഇതിൽ ദേഹം എന്ന് പറഞ്ഞാൽ ശരീരം, മറ്റേതൊക്കെ എന്താണ്? അസുഖത്തിന്റെ മറ്റ് വാക്കുകളാണ് അല്ലേ? അടുത്തതോ: ദിവസവും കുളിക്കണം, എപ്പോഴും തിന്നണം, നിത്യവും വ്യായാമം ചെയ്യണം, നഖങ്ങൾ മുറിക്കണം. ഇതിലേതാണ് ഒറ്റപ്പെട്ടത്? എപ്പോഴും തിന്നണം എന്നുള്ളതാണ് അല്ലേ? കാരണം എന്താ? ബാക്കി 3ഉം നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. എപ്പോഴും ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മുടെ ആരോഗ്യമെല്ലാം കുറഞ്ഞു വരും അല്ലേ? നമുക്ക് അസുഖം വരും. അപ്പൊ ഇതാണ് കൂട്ടത്തിൽ പെടാത്തത്. അടുത്തത്: വീരബാഹു എന്തൊക്കെയാണ് പറഞ്ഞത്, രാജാവിനോട് ആവശ്യപ്പെട്ടത് എന്ന് നമുക്ക് നോക്കാം. 2 നേരം കുളിക്കേണം, പല്ല് നിത്യം തേച്ചിടേണം, നഖങ്ങൾ വളർന്നിടുമ്പോൾ മുറിച്ചിടേണം. എന്താ ചെയ്യാമോ? വീരബാഹു ചോദിച്ചു. രാജാവ് തലകുലുക്കി സമ്മതിച്ചു. മാസം 1 കഴിഞ്ഞു. മരുന്ന് കഴിച്ചിട്ടും ശരീരം വൃത്തിയാക്കിയിട്ടും അസുഖം പൂർണ്ണമായി മാറിയില്ല. ഇനി എന്തു ചെയ്യും? വീരബാഹു വീണ്ടും വന്നു. മണ്ണ് നന്നായി കിളക്കേണം, വിത്തെടുത്ത് വിതയ്ക്കേണം, ദേഹം വിയർത്തിടും വരെ വേല ചെയ്യണം. ജോലി ചെയ്യാനാണ് വീരബാഹു വീണ്ടും വന്നപ്പോൾ രാജാവിനോട് പറഞ്ഞത്. ഇത് കേട്ട രാജാവിന് വീരബാഹുവിനോട് നീരസം തോന്നി. എന്തായിരിക്കും നീരസം തോന്നാൻ കാരണം? ഒരു രാജാവായ തന്നോട് ജോലി ചെയ്യാൻ പറയുമ്പോൾ ഏത് രാജാവിനും ദേഷ്യം വരും അല്ലേ? അപ്പൊ രാജാവ് എന്ത് ചെയ്തു? എങ്കിലും അദ്ദേഹം പതുക്കെ ഓരോരോ ജോലികൾ ചെയ്യാൻ തുടങ്ങി. പകലന്തിയോളം ജോലി, കൃത്യസമയത്ത് ഭക്ഷണം. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങി. അസുഖം മാറാൻ വേണ്ടിയിട്ടാണ്, ഇഷ്ടമുണ്ടായിട്ടല്ല ജോലി ചെയ്യുന്നത് കേട്ടോ. മാസങ്ങൾ കടന്നുപോയി. രാജാവിന്റെ ദേഹം മെലിഞ്ഞു, പെരുവയർ ചുരുങ്ങി, ആഹാരത്തോടുള്ള ആർത്തി കുറഞ്ഞു. രാജാവ് വീരബാഹുവിനെ വിളിച്ചു വരുത്തി. കുറേ മാസങ്ങൾ കഴിഞ്ഞപ്പോൾ രാജാവിന്റെ ദേഹം മെലിഞ്ഞു, ഭക്ഷണമൊക്കെ മിതമായ രീതിയിലായി. അപ്പോൾ എന്ത് സംഭവിച്ചു? അസുഖം കുറഞ്ഞു, ദേഹം മെലിഞ്ഞു, പെരുവയർ ചുരുങ്ങി. ആഹാരത്തോടുള്ള ആർത്തി എന്ത് സംഭവിച്ചു? ആർത്തി കുറഞ്ഞു. വൈദ്യരെ, എൻ്റെ രോഗം പൂർണ്ണമായി മാറി. പക്ഷേ നാട്ടിലാകെ പല രോഗങ്ങളും പടർന്നു പിടിക്കുകയാണ്. അതിനും കൂടി ഒരു പരിഹാരം താങ്കൾ കാണണം. അപ്പോൾ രാജാവിന്റെ അസുഖം മാറി, പക്ഷേ നാട്ടുകാർക്കെല്ലാം ഓരോരോ രോഗങ്ങളാണ്. അപ്പൊ അതിനെന്താണ് പരിഹാരം? വീരബാഹു ചില കാര്യങ്ങൾ രാജാവിനോട് പറഞ്ഞു. എന്തൊക്കെ കാര്യങ്ങളായിരിക്കും? അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ നാട് മുഴുവൻ ഉടൻ വിളംബരം ചെയ്യൂ. രാജാവ് മന്ത്രിയോട് കൽപ്പിച്ചു.
പടയാളികൾ കവല തോറും ചെണ്ട കൊട്ടി അറിയിച്ചു. ഡും ഡും ഡും. വിളംബരം എന്തായിരുന്നു വിളംബരം? നാട്ടുകാരെ കേട്ടിടേണം, കേട്ട കാര്യം ചെയ്തിടേണം, ദേഹമെല്ലാം ശുചിയായി സൂക്ഷിച്ചിടേണം, വീടും ചുറ്റുപാടുമെല്ലാം വൃത്തിയായി സൂക്ഷിക്കണം, ഈച്ച കൊതു കീടങ്ങളെ തുരത്തിടേണം. എന്താണ് പറഞ്ഞത്? ദേഹമെല്ലാം നല്ല വൃത്തിയായി സൂക്ഷിക്കണം, വീടും ചുറ്റുപാടുമൊക്കെ വൃത്തിയായി സൂക്ഷിക്കണം, ഈച്ച കൊതുക് കീടങ്ങളെയൊക്കെ തുരത്തിടണം, ഓടിക്കണം എന്നാണ് പറയുന്നത്. പുഴ കിണർ കുളങ്ങളെല്ലാം ശുചിയായി സൂക്ഷിച്ചിടിൽ രോഗമെല്ലാം നാടുവിടും ഓർക്കുക വേണം. എന്താണ്? പുഴയും കിണറും കുളവും എല്ലാം നല്ല വൃത്തിയായി സൂക്ഷിച്ചാൽ എന്ത് സംഭവിക്കും? രോഗമെല്ലാം നാടുവിടും. അപ്പോൾ ഇതായിരുന്നു രാജാവിൻ്റെ വിളംബരം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ പ്രവർത്തനങ്ങൾ എല്ലാവരും ചെയ്തിട്ട് ടീച്ചർക്ക് അയച്ചു കൊടുക്കുക. ഇന്നത്തെ പ്രവർത്തനങ്ങൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിലുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക, ഓൾ അമർത്തുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.